സുഹൃത്തുക്കളെ, ജങ്കാർ ഗ്യാരേജിലെ ഒരു ക്ലാസിക് 350 കയറിയാണ് റോയൽ എൻഫീൽഡിന്റെ സംഭവം. നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിന്റെ പ്ലഗ് വർഷങ്ങളായിട്ട് ഇത് മാറിയിട്ടില്ല. അപ്പോൾ ഇത് സർവീസിന് മിനിമം കയറുമ്പോൾ പ്ലഗ് എങ്കിലും മാറും, അതിന് വലിയ ചിലവൊന്നുമില്ല. അപ്പോൾ ഈ പ്ലഗ് നമ്മൾ അടിച്ചൊക്കെ എങ്ങനെയൊക്കെ എടുത്തു, പക്ഷേ ഇതിന്റെ വാൽവ് ബെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കംപ്രഷൻ ഒട്ടുമില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ വലിയ പ്ലഗ് ആയിരുന്നു ഇത് ഡാമേജ് ആയിട്ടിരുന്നത്. അങ്ങനെ നമ്മളത് പ്ലഗൊക്കെ എങ്ങനെയൊക്കെയോ ബ്രേക്ക് ഫ്ലൂഡൊക്കെ ഇട്ട് നമ്മൾ അഴിച്ചെടുത്തു. ഇനി ഈ ഹെഡ് പൊക്കണമെങ്കിൽ അതിൻ്റെ കവറ് 4 എലങ്കി ബോൾട്ടാണ് 5-ന്റെ. ആ കവർ ഊരിക്കഴിഞ്ഞാൽ ടാപ്പറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ നമുക്ക് കാണാം. അപ്പോൾ വാൽവിൻ്റെ ആ ഒരു സെക്ഷൻ കാണാം. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് അഴിച്ചെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12-ന്റെ 6 നെട്ടാണ് അഴിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ 2 കവർ അഴിച്ച് നമ്മളങ്ങനെ ഈ 4 എലങ്കി ഒരു സൈഡിൽ വെച്ചിട്ട് അങ്ങനെ 8 എലങ്കി ബോൾട്ട് പൊക്കിയെടുക്കുന്നു. അപ്പോൾ ടാപ്പറ്റ് റോഡൊക്കെ നേരെ നമുക്ക് പൊക്കിയെടുക്കാം. ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക്. പക്ഷേ എടുക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 4 കോപ്പർ വാഷർ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെൻറ്ററിലുള്ള 4 കോപ്പർ വാഷർ മെയിനായിട്ട് ഇട്ട് വിടണം. അപ്പോൾ 4 കോപ്പർ വാഷറും അതേപോലെ തന്നെ 4 ബോൾട്ടിലാണ് ഇരിക്കുന്നത്. 12-ന്റെ ഒരു സ്പെഷ്യൽ ബോൾട്ടാണ്. അതേപോലെ എക്സ്ട്രാ 2 നോർമൽ ബോൾട്ട് നെട്ടും ഇരിക്കുന്നുണ്ട്. ബോൾട്ടല്ല നെട്ട്. അപ്പോൾ സൈലൻസറൊക്കെ അഴിച്ച് കാർബറേറ്ററൊക്കെ അഴിച്ച് എല്ലാം ഓക്കെ ആക്കിയിട്ടാണ് നമ്മൾ ഹെഡ് പൊക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ലോക്കൽ അങ്ങനെ എല്ലാ വർക്ക്ഷോപ്പിലും ബുള്ളറ്റ് പണിയില്ല, പക്ഷേ നമ്മുടെ ജങ്കാറിൽ പണിയും. ഏത് വണ്ടിയായാലും നമ്മൾ പണിയും, പ്രശ്നമൊന്നുമില്ല. എന്ത് വഴിക്കായാലും ഏത് 2 വീലറായാലും പണിയും. അപ്പോൾ കസ്റ്റമർ പറഞ്ഞുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യണതാണ്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ പീസ് ഈ വാൽവിൻ്റെ ഇടയിൽ കയറി ജാമായിട്ടിരുന്ന് അങ്ങനെ ബെൻഡായി പോയതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് രക്ഷയില്ല, വേറെ ഒരു വഴിയില്ല. അപ്പോൾ നമുക്ക് ആ ബെൻഡായി പോയ വാൽവ് നമ്മൾ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഈ ഒരു വ്യൂവിലെടുത്താണ്. അങ്ങനെ നമ്മളെല്ലാ സംഭവം സെറ്റ് ചെയ്ത് ക്ലീനൊക്കെ ചെയ്ത് തിരിച്ച് നമ്മൾ വണ്ടിയിലേക്ക് കയറ്റേണ്ട സീനാണ്. കയറ്റണമെന്നില്ല, നോർമലി ഹെഡ് എടുത്തു വെക്കുന്നതിന് മുമ്പ് ഹെഡ് ഗ്യാസ്കറ്റ് മസ്റ്റ് ചേഞ്ച് ചെയ്ത് പുതിയത് വെക്കുക. നോർമലി നമ്മളെ ഹെഡർ എല്ലാ കാര്യങ്ങളും പിടിപ്പിക്കുന്നു. അതുപോലെ ടാപ്പറ്റ് റോഡ് ഇട്ട് വെപ്പിക്കുന്നു, സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അതുവരെ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. കാർബറേറ്റർ പിടിപ്പിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യണ സിറ്റുവേഷനിൽ നിങ്ങൾ ഓർക്കണ്ടേ, ഈ ടാപ്പറ്റ് ലോഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റ് 2 സൈഡ് എക്സോസ്റ്റും ഇല്ലറ്റും പക്ക ഒരേ ലെവലിൽ ടൈറ്റ് ചെയ്യാൻ മാത്രമാണ് ഇതിന് ടാപ്പറ്റ് നോയ്സ് നിങ്ങൾക്ക് ഇല്ലാത്ത സിറ്റുവേഷനിൽ വരുള്ളൂ. അല്ലെങ്കിൽ ഈ ടാപ്പറ്റ് നോയ്സ് ഇല്ലറ്റോ എക്സോസ്റ്റിലോ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ടാപ്പറ്റ് നോയ്സ് ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാം. ബൈ.